ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ വീക്കെൻഡ് മൂവി സീരീസിലെ എപ്പിസോഡ് 2 ആണിത്. അതിനപ്പുറം ഒരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മൾ ഒരു പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഉറപ്പായിട്ടില്ല, അടുത്ത വീഡിയോ ഞാൻ അറിയിക്കുക. അതായത് മിനി വെബ് സീരീസും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ആഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു 5-7 എപ്പിസോഡുള്ള മിനി വെബ് സീരീസൊക്കെ നമ്മളിതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സിനിമയാണ് തുമ്പാട്. ഇതൊരു ഹിന്ദി ഹൊറർ ത്രില്ലർ, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. സിനിമയുടെ റിവ്യൂ എടുക്കാം. അപ്പോൾ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതൊരു ഹിന്ദി സിനിമയാണ് എന്നൊരു വിധത്തിലും തോന്നിക്കുന്നില്ല. എനിക്ക് കണ്ടപ്പോൾ ആദ്യമൊക്കെ കണ്ട സമയത്ത് ഒരു ഹിന്ദി സിനിമയാണെന്ന് പോലും തോന്നിയില്ല. ആദ്യമൊക്കെ കണ്ടപ്പോൾ കുറച്ച് പതുക്കെയാണ് കഥ പോകുന്നത്. പിന്നെ പടം ശരിക്കും ട്രാക്കായി. എനിക്ക് പറയാനെടുത്തിട്ടുള്ളൂ. അതായത് പല ആൾക്കാരും പടം കണ്ടു കാണില്ല. കാരണം ഇത് ഇറങ്ങിയ സമയത്ത് അത്ര വലിയൊരു വിജയമൊന്നും ആയില്ല. കാരണം പല ആൾക്കാർക്കും അറിയില്ലായിരുന്നു സിനിമ എന്താണ് സംസാരിക്കുന്നത്. സിനിമയുടെ ഒരു സ്റ്റോറി ടെല്ലിങ് അഥവാ സ്റ്റോറി ഒന്നും പല ആൾക്കാർക്കും അപ്പം മനസ്സിലായിട്ടുണ്ടായില്ല. പിന്നെ OTT വന്നപ്പോഴാണ് കുറച്ചും കൂടിയും ആൾക്കാർക്ക് ഇത് മനസ്സിലായത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. സിനിമ ചെക്കൗട്ട് ചെയ്ത് നോക്കുക, മസ്റ്റ് വാച്ചാണ്. കാരണം ഹിന്ദിയിൽ ഇനി ചിലപ്പോൾ ഇങ്ങനത്തെ സിനിമ വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ തുമ്പാട് പോലെ അടുത്തൊരു സിനിമ ഇനി വരത്തില്ല. കാരണം അങ്ങനെയാണ് സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റി കൊണ്ടായാലും ഹിന്ദി സിനിമ കാണുന്നതിനപ്പുറം വേറെ ഏതോ നമ്മളെ സ്പാനിഷ് അങ്ങനത്തെയൊക്കെ സിനിമകൾ കാണില്ല, അതുപോലെയാണ് സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇനി ഹിന്ദിയിൽ ഇതുപോലത്തെ ഒരു സിനിമ വേറെ വരുമെന്ന് തോന്നുന്നില്ല. വരുന്നുണ്ടെങ്കിൽ തന്നെ തുമ്പാട് 2 ആയിരിക്കും. കാരണം ഭയങ്കര എഫേർട്ടിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങൾ, മഴയുടെ മാസം നോക്കിയിട്ടാണ് അവർ സിനിമ മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നല്ലപോലെ ബഡ്ജറ്റുമായിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ച് അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു സിനിമ നമ്മൾ കഷ്ടപ്പെട്ട് ഇറക്കുമ്പോൾ അനുസരിച്ച് നമുക്കതിൽ വേണമല്ലോ. പക്ഷെ അവർ എഫേർട്ട് ഇട്ടതിനൊന്നും കിട്ടിയില്ല എന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. പക്ഷെ ഒരു രക്ഷയില്ല. കാരണം പല സമയങ്ങളും എനിക്ക് ആലോചിച്ചു, ഇത് കാണുന്നത് വേറെ സിനിമ തന്നെയാണോ? കാരണം നമ്മൾ വേറെ സിനിമയിലൊക്കെ കണ്ട അതേ സാധനം തന്നെ ഒരു ഇന്ത്യൻ രീതിയിൽ നമ്മുടെ കഥ ആഡ് ചെയ്ത് വേറെ ടൈപ്പ് സ്റ്റോറി ആയിട്ട് പോകുമ്പോൾ വേറെ ലെവലാണ് ഈ പടം. ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ OTT പ്ലാറ്റ്ഫോം ഞാൻ അവിടെ കൊടുത്തേക്കാം. ഓക്കെ, അടുത്ത മൂവിയാണ് അലൈവ്. ഓക്കെ, ഇതൊരു സൗത്ത് കൊറിയൻ മൂവിയാണ്. അപ്പോൾ മാക്സിമം ലാംഗ്വേജ് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ലാംഗ്വേജ് നോക്കിയിട്ട് സിനിമ കണ്ടത്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സിനിമയുടെ ഒരു കഥ നോക്കുകയാണെങ്കിൽ, ഒരു ഫ്ലാറ്റിൽ ജീവിച്ചു വരുന്ന ഒരു പയ്യൻ പെട്ടെന്ന് അവിടെ ഒരു സോംബി ദുരന്തം ഉണ്ടാവുകയും ആ ഫ്ലാറ്റിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുന്നു എന്ന് നോക്കുന്നതാണ് സിനിമ. ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ഫുള്ളായിട്ട് സോംബി, അതായത് ഒരു അപ്പാർട്ട്മെൻറ്റ് പെട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നാണ് നോക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അതായത് ഇവർക്ക് മറികടക്കേണ്ടി വരുന്ന കുറേ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റേജസ് ഉണ്ട്. അതായത് ഓരോ സോംബികളെ കിടന്ന് പോകണം. അതായത് വലിയൊരു അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, എങ്ങനെയൊക്കെ പോയാലും തീരത്തില്ല. ഇവിടുന്നൊക്കെ നോക്കിയാലും സോംബീസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് രക്ഷപ്പെടാതെ നോക്കുന്ന സിനിമ തന്നെയാണ് അലൈവ്. 2023-22 കൊടുത്തേക്കാം. ഓക്കെ, ഇതറിയില്ല, 23 തോന്നുന്നു, 22 അറിയില്ല. ഓക്കെ, സൂപ്പർ മൂവിയാണ്. പിന്നെ സിനിമയിൽ കുറേയധികം ഇപ്പോഴത്തെ ടെക്നോളജി, അതായത് ഈ ചെറുപ്പക്കാരനെ നമുക്കറിയാം, ഇപ്പോൾ യൂത്തിനെ കുറിച്ച് അറിയാം. നല്ലൊരു ഗെയിമറാണ് പുള്ളി, ലൈവ് സ്ട്രീം ചെയ്താണ്. അപ്പോൾ യൂത്ത് എന്ന് നമുക്കറിയാം ഈ പല രീതിയിലും, അതായത് വ്ളോഗ് എടുത്ത് ലൈവ് സ്ട്രീം ചെയ്ത് കഴിച്ചുള്ള സോംബി വന്നു അങ്ങനെയൊക്കെ പറയുന്ന രീതിയിലാണ്. പിന്നെ നമ്മുടെ VR ക്യാമറയൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറേയധികം ടെക്നോളജി പരമായിട്ട് സിനിമയിൽ കുറേ കാണിക്കുന്നുണ്ട്. അത് ആണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് സോംബി ഉണ്ടാകുമ്പോൾ ഒരു സാധാരണ യൂത്ത് ചെയ്യുന്ന കാര്യം തന്നെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതായത് ആദ്യം തന്നെ വീഡിയോ എടുക്കുക, ബാക്കിയുള്ളവരെ അറിയിക്കുക, അങ്ങനത്തെ സിനിമ തന്നെയാണ്. അതായത് വീഡിയോ ഇടുമ്പോൾ കുറേ പേര് അറിഞ്ഞാൽ അങ്ങനെ എന്താണെന്ന് അറിയാനുള്ളൊരിതാണ്. ചെക്കൗട്ട് ചെയ്ത് നോക്കുക ലൈവ്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.